ഡേലാർ എന്ന ഗ്രാമത്തിലെ ഒരു വീട്ടിൽ 4 മൃഗങ്ങൾ ജീവിച്ചിരുന്നു. ചമേലു എന്ന പശുവായിരുന്നു അവരിൽ ഒരാൾ. ഡിങ്കി എന്ന താറാവ് കുളത്തിലും വീട്ടിലുമായി ജീവിച്ചിരുന്നു. ഗട്ടാർ എന്ന കഴുതയായിരുന്നു മൂന്നാമൻ. റോസി എന്ന കോഴിയമ്മ വളരെ കഠിനാധ്വാനിയായിരുന്നു. ഒരു ദിവസം വലിയ ഇടിയും മഴയും ഉണ്ടായി. അത് ഒരു പഞ്ഞകാലമായിരുന്നു. അവർക്ക് കാര്യമായി ഭക്ഷണമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. മഴ കഴിഞ്ഞ് റോസി വീടിന് പുറത്തേക്ക് ചിക്കി വെറുക്കാൻ ഇറങ്ങി. അവൾ അവിടെ കുറെ ഗോതമ്പ് മണികൾ കിടക്കുന്നത് കണ്ടു. ഏയ് കൂട്ടുകാരെ, ഇവിടെ കുറെ ഗോതമ്പ് മണികൾ കിടപ്പുണ്ട്. അവ ശേഖരിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കാമോ? എനിക്ക് ഈയിടെയായി ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ വയറ് പെരുകുന്നു. വൈദ്യനെ ഒന്ന് കാണിക്കണം. എനിക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി തല കറങ്ങുന്നു. എനിക്ക് ഈയിടെയായി ഉറങ്ങുമ്പോൾ കണ്ണടയുന്നു. ചമേലു വൈദ്യരെ കാണാൻ പോകുമ്പോൾ എനിക്കും കൂടെ പോകണം. റോസി ഒറ്റയ്ക്ക് തന്നെ ഗോതമ്പ് മണികൾ ശേഖരിച്ചു. അവ ധാരാളമുണ്ടായിരുന്നു. അവൾ സ്വയം മണ്ണ് കിളച്ച് ഗോതമ്പ് മണികൾ പാകി. അടുത്ത ദിവസവും നല്ല മഴയുണ്ടായിരുന്നു. റോസി ചെന്ന് നോക്കിയപ്പോൾ ഗോതമ്പ് മണികൾ മുളച്ചിരിക്കുന്നു. അവൾക്ക് സന്തോഷമായി. അടുത്ത പ്രഭാതത്തിൽ ഗോതമ്പ് മുളകൾക്കിടയ്ക്കിടെ കളകൾ വന്നിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. കൂട്ടുകാരെ, നമ്മുടെ ഗോതമ്പ് മണികളൊക്കെ മുളച്ചു. പക്ഷേ ഒപ്പം കളകളുണ്ട്. അവ പറിച്ചു മാറ്റാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? നിന്നോട് ഞാൻ എന്റെ അസുഖ വിവരം പറഞ്ഞതല്ലേ. മഴ നനഞ്ഞ് ഇപ്പോൾ ചുമയും കൂടെ ഉണ്ട്. അയ്യോ, എന്റെ തല കറക്കത്തിന് ഒരു കുറവുമില്ലേ. ചമേലുവിൽ നിന്ന് എനിക്കും ചുമ പകർന്നെന്നാണ് തോന്നുന്നത്. കുറച്ചു കാലം കടന്നുപോയി. ഗോതമ്പ് നന്നായി വിളഞ്ഞു വന്നു. കൂട്ടുകാരെ, നമ്മുടെ ഗോതമ്പ് വിളഞ്ഞു. നല്ല വിളവുണ്ട്. വരൂ, നമുക്ക് വിളവെടുക്കാം. പശുവും കഴുതയും താറാവുമെല്ലാം ഓരോ പുതിയ മുട്ടാപ്പോക്ക് പറഞ്ഞു. റോസി വിളവെടുത്ത് ഗോതമ്പ് മുഴുവൻ ഒരു ചാക്കിലാക്കി. അവൾ പിന്നെ ആരെയും സഹായത്തിന് വിളിച്ചില്ല. ഗോതമ്പ് പൊടിച്ച് മാവാക്കി. അതിൽ നിന്നും അവൾ നല്ല ഒരു കേക്കുണ്ടാക്കി. രുചികരമായ കേക്കിന്റെ മണം പരന്നതും കൊതി പിടിച്ച് ഓരോരുത്തരായി അങ്ങോട്ടേക്ക് വന്നു. നിനക്ക് എന്തെങ്കിലും സഹായം വേണമോ? നീ ഇനി കുറച്ച് വിശ്രമിച്ചോളൂ. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് കേട്ടോ. ഓ വേണ്ട, ഇത്രയും ചെയ്യാൻ അറിയാമെങ്കിൽ ഇത് തിന്നാനും എനിക്കറിയാം. ഞങ്ങളോട് ക്ഷമിക്കണം റോസി, ഞങ്ങൾക്ക് തെറ്റ് മനസ്സിലായി. ഇനി വീട്ടിലുള്ള എല്ലാ ജോലിയും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. റോസി കേക്ക് 4 ഭാഗിച്ച് എല്ലാവർക്കും കൊടുത്തു. പിന്നീട് അവർ 4 പേരും ഒരേ മനസ്സോടെ അവിടെ അധ്വാനിച്ച് ജീവിച്ചു.